ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് മങ്കൂസ് മൗലിദിൽ തുടർന്നുള്ള റിപ്പോർട്ടിൽ പറയുന്ന അതിശയങ്ങളിൽ എന്തൊക്കെയുണ്ടോ, തുടർന്നുള്ള ബെയ്ത്തുകളിൽ പാടുന്ന എന്തൊക്കെ വിഷയമുണ്ടോ, അത് മുഴുവൻ ഇവിടെ ഹാഫിദുദ്ദുന്യ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, ബുഖാരിക്ക് പ്രസിദ്ധമായ വ്യാഖ്യാനം എഴുതിയ ഫത്ഹുൽ ബാരിയുടെ കർത്താവ്, 150-ൽ പരം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയെന്ന് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ, മാതൃകാ ശിഷ്യൻ ഇമാം സഖാവി അവർ വിവരിക്കുന്ന മഹാൻ, 2 ലക്ഷത്തിൽ പരം ഹദീസുകൾ അദ്ദേഹത്തിന് മനപ്പാഠമുണ്ടായിരുന്നുവെന്ന് ഹാഫിദുദ്ദുന്യ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തങ്ങൾ അവർ പ്രഖ്യാപിച്ച മഹാൻ. അത്തരം ഹദീസുകൾ മുഴുവൻ പരതിയിട്ട് കടഞ്ഞെടുത്തിട്ട് പുന്നാര നബിയെ മദ്ഹ് ചെയ്യാൻ അദ്ദേഹം ഉപയോഗിച്ച ഇതിൽ കവിഞ്ഞ ഒരൊറ്റ കാര്യവും മങ്കൂസ് മൗലിദിലില്ല കൂട്ടരെ. ഇതിലെല്ലാം ഉണ്ട്. ഏത്? കിസ്റാന്റെ കൊട്ടാരം പൊട്ടിയത്, സാവാ തടാകം വരണ്ടത്, കിസ്റായുടെ നാറ് പോലെ കിസ്റായുടെ കൊട്ടാരം പൊട്ടിയത്, അവരുടെ ഗോപുരം പൊളിഞ്ഞത്, താറാതാം പറ്റിയത്, സാവയിലെ തീ കെട്ടത്, പേർഷ്യക്കാരുടെ തീ കെട്ടത്, ആമിന ബീവി സ്വപ്നം കണ്ടത്, പിശാചുക്കളെ ചെങ്കോലെറിഞ്ഞത്, ആകാശത്ത് ബന്ദവസ്തുണ്ടാക്കിയത്, മുഴുവൻ ഇതിൽ വിവരിച്ചു. മുഴുവൻ വിരിച്ചിട്ട് നമ്മളെ മാതിരി ഇമാം ഇബ്നു ഹജർ തങ്ങൾ അവർ പോയി നോക്കി, യാ സയ്യിദർ റുസുലില്ലദീ ആയാതുഹു ലാ തൻഖലി അബദൻ വലാ തതസറമു യാ സയ്യിദി ഖൈറൻ നബി യാ സയ്യിദി ഖൈറൻ നബി എന്ന് നമ്മൾ പറഞ്ഞ ശൈലിയിൽ പുന്നാര നബിയെ മദ്ഹ് ചെയ്തിട്ട് അതിന്റെ ഏറ്റവും നല്ല മാക്സിമ സ്ഥാനത്ത് അതിന്റെ ക്ലൈമാക്സിൽ എത്തിയപ്പോ നബിയെ വിളിച്ചിട്ട് ഇബ്നു ഹജർ യാ സയ്യിദർ റുസുൽ, മുർസലീങ്ങളുടെ നേതാവായിട്ടുള്ള നബിയെ, അല്ലദീ ആയാതുഹു ലാ തൻഖലി അബദൻ വലാ തതസറമു, അവിടുത്തെ മുഅ്ജിസത്തുകളും ദൃഷ്ടാന്തങ്ങളും മുറിയൂല, തീരൂല, ഇങ്ങനെ തുടർന്ന് ഇന്നും മുഅ്ജിസത്തുകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നബിയെ, മാദാ യഖൂലുൽ മാദിഹൂന വമദ്ഹുകും ഫളിലം ബിഹി നതഖൽ കിതാബുൽ മുഹ്കമു. അങ്ങേ ഇനി ആർക്കെന്ത് പ്രകീർത്തിക്കാൻ കഴിയും? എന്ത് പറയാനാണ് പ്രകീർത്തനക്കാരും അങ്ങേ പ്രകീർത്തിക്കുന്നവരും? ഖുർആനല്ലേ അങ്ങേ പ്രകീർത്തിച്ചിരിക്കുന്നു. അൽ മുഅ്ജിസുൽ ബാഖി വഇൻ ത്വാലൽ മദാ വലിയബ്ലഗിൽ ബുലഗാഇ ഫഹുവൽ മുഹ്കിമു എന്നൊന്നും ശേഷിക്കുന്ന മുഅ്ജിസായ ഖുർആൻ അങ്ങേ പ്രകീർത്തിച്ചില്ലേ? ഈ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയെയും അദ്ദേഹത്തിന്റെ ഹദീസ് നിരൂപണത്തെയും നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ മൂപ്പര തക്രീബും തഹദീബും അല്ലടോ റാവികളെ പറയാൻ ഉദ്ധരിക്കുള്ളൂ. റാവികളെ പറയാൻ നിങ്ങൾക്ക് ഇബ്നു ഹജറിന്റെ തക്രീബും തഹദീബും അല്ലാതെ അതിലപ്പുറം ഒരു കിതാബ് ഏതാണ്? അദ്ദേഹത്തിന്റെ മീസാൻ, അദ്ദേഹത്തിന്റെ തഹദീബ്, അദ്ദേഹത്തിന്റെ തക്രീബ്, ഇതിനപ്പുറമുള്ളത് അവലംബിക്കാൻ നിങ്ങൾക്ക് വല്ല മുഹദ്ദിസിനെയും പറ്റി വേറെ കിട്ടുമോ കിതാബ്? ശേഷം വന്നവർക്കൊക്കെയും അവലംബം അദ്ദേഹമല്ലേ? അങ്ങനെയുള്ള മഹാനായ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞ എല്ലാ വിവരങ്ങളുമേ മങ്കൂസ് മൗലിദിലുള്ളൂ, വേറെ ഒന്നും മങ്കൂസ് മൗലിദിലില്ല. ഇത് അദ്ദേഹത്തിന്റെ കിതാബ് വളരെ കൃത്യമായി അദ്ദേഹം ദീവാൻ ഇബ്നു ഹജർ അച്ചടിണ്ട്, ദീവാൻ ഇബ്നു ഹജറിലെ അച്ചടിയുണ്ട്. ഇത് മഹാനായ ഇമാം സഖാവി അവർ അതിൽ നിന്ന് ഉദ്ധരിച്ചതാണ്. ഇന്നും അച്ചടിയുള്ള ഗ്രന്ഥാണിത്. ആ ദീവാനിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ബെയ്ത്ത് ഇതേ മങ്കൂസ് മൗലിദിലുള്ളൂ. ഇനി മങ്കൂസ് മൗലിദിൽ എന്താ ഉള്ളത്? ഇനി ഒരൊറ്റ ഹദീസാ പറയാം, പിന്നെ തൊട്ടുള്ള ഹദീസ് ഖാലബുൻ ഇസ്ഹാഖ, അത് പറച്ചില്ലെന്നുണ്ടല്ലോ. ഖാലബുൻ ഇസ്ഹാഖ, മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് തങ്ങൾ പറഞ്ഞു, ലമ്മാ കാനല്ലു മുസാബിഹു ദബഹു ജദ്ദുഹു അബ്ദുൽ മുത്തലിബ്, 7-ാം ദിവസം മുടി കളഞ്ഞതും ആക്കിയ കഥയാണ്. 7-ാം ദിവസം മുടി കളഞ്ഞ ആ കഥ ഇബ്നു ഇസ്ഹാഖ് പറഞ്ഞത് ഇബ്നു അബ്ദുൽ ബർ നോക്കിക്കോ. ഇബ്നു അബ്ദുൽ ബറിലും അതേമാതിരി ഉണ്ട്. ഇനി മങ്കൂസ് മൗലിദിന്റെ മേലെ കയറണ്ട, ഇബ്നു ഇസ്ഹാഖ് തന്നെ പോരടോ. ഇബ്നു ഇസ്ഹാഖ് താബിയങ്ങളിൽപ്പെട്ട മഹാനല്ലേ? അള്ളാന്റെ റസൂലിനെ പറ്റി വന്ന എല്ലാ വ്യക്തിത്വം സംബന്ധിച്ച ഹദീസുകളുടെയും മഗാസി സംബന്ധിച്ച ഹദീസുകളുടെയും നബിന്റെ ചരിത്രവും സീറയും സംബന്ധിച്ച ഹദീസുകളുടെയും അവലംബത്തിന്റെ അവലംബം മാക്സിമം ചെന്നാൽ ഇബ്നു ഇസ്ഹാഖ് തങ്ങളാ. ഇബ്നു ഇസ്ഹാഖിന്റെ അപ്പുറത്ത് സീറ ഇതുപോലെ ഉറുവത്തുള്ളൂ, ഉറുവ. ആ ഉറുവന്റെ കൂടെയുള്ളത് പിന്നെ മൂസബിന് ഉഖബത്തുള്ളൂ. ആ മൂസബിന് ഉഖബത്ത് ഉറുവ പോലുള്ളവർ കഴിഞ്ഞാൽ ഇന്നത്തെ മുഴുവൻ സീറകളുടെയും അവലംബം ഇബ്നു ഇസ്ഹാഖ്. ആ ഇബ്നു ഇസ്ഹാഖ് പ്രസ്താവിച്ചു എന്ന് അങ്ങനെ തന്നെ ഇബ്നു അബ്ദുൽ ബർ നോക്ക്. ഇബ്നു അബ്ദുൽ ബർ ചെയ്ത ഹദീസാണത്. അതാണ് മങ്കൂസ് മൗലിദിലുള്ളത്. പിന്നെ എന്താ അത് കഴിഞ്ഞാൽ ഖാല അലി ഇബ്നു സൈദ് അല്ലേ? ഖാല അലി ഇബ്നു സൈദ് പറഞ്ഞാലുള്ളൂ. ഖാല അലി ഇബ്നു സൈദ് എന്ന് പറഞ്ഞോടുകൂടെ തീർന്ന്. അലി ഇബ്നു സൈദ് എന്ന് പറയുന്ന ആള് താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ് എന്നും അദ്ദേഹം ആരാണെന്നും തക്രീബു തഹദീബ് നോക്കി. അലി ഇബ്നു സൈദ്, ഈ അലി ഇബ്നു സൈദ് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അദ്ദേഹം പറഞ്ഞതിന് എന്താ വിഷയം? കാനയിലാ ജാനബി റജുലുൻ ദിമ്മിയുൻ, എൻ്റെ അലോക്കക്കാരനൊരു അമുസ്ലിമായ ആൾ വാർത്തിയിരുന്നു, അഹ്ലി കിതാബിക്കാരം.
അഹ്ലി കിതാബിക്കാരനായ മുസ്ലിം എൻ്റെ അലോകത്ത് വാർത്തിയിരുന്നു. ഞാൻ മൗലൂദ് വെച്ചുമ്പോഴൊക്കെ അയാൾ എന്നെ പരിഹസിക്കും. അങ്ങനെ മൗലൂദിന് കൂടിയിട്ട് അയാൾ കിനാ കണ്ടു റസൂലുള്ളാനെ, ഞാനും കിനാ കണ്ടു റസൂലുള്ളാനെ. അയാൾ റസൂലുള്ളാനെ കിനാ കണ്ട് തങ്ങളെ കൈ മുത്താൻ വേണ്ടി ചെന്നപ്പോൾ എൻ്റെ ദീനിൻ്റെ മേലിലല്ലാതെ എൻ്റെ മൗലൂദ് കഴിക്കണമല്ല ആക്ഷേപിക്കുന്ന നീ എൻ്റെ കൈ മുത്താൻ വരണ്ടാന്ന് തങ്ങൾ പറഞ്ഞു. അങ്ങനെ അയാൾക്ക് വലിയ സംഗതിയായിപ്പോയി. പിന്നീട് കണ്ടുകിണ് അയാൾ വിശ്വസിച്ചു വരുന്നത്. അയാളെ ഭാര്യയും വിശ്വസിച്ചു, അയാളുടെ കുടുംബവും വിശ്വസിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു കഥ. ഇതൊരു സംഭവ കഥ. അലി ഇബ്നു സെയ്ദിന്റെ ഒരു അനുഭവ കഥ. അലി ഇബ്നു സെയ്ദ് എന്ന് പറഞ്ഞ ഒരാൾ ചരിത്രത്തിൽ ഇല്ലെങ്കിലല്ലേ ഇവിടെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടുള്ളൂ. അലി ഇബ്നു സെയ്ദ് എന്ന് പറഞ്ഞ ഒരാൾ ചരിത്രത്തിൽ ഇല്ലെങ്കിൽ, അലി ഇബ്നു സെയ്ദ് എന്ന ആൾ താബിഈങ്ങളിൽപ്പെട്ട ഒരു മഹാനാണ്. അദ്ദേഹം ഇങ്ങനെ ഒരുപാട് അനുഭവ കഥകൾ വിവരിക്കുന്നയാളാണ്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പലതും സീറകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അലി ഇബ്നു സെയ്ദ് അദ്ദേഹത്തിന്റെ ഒരു അനുഭവ കഥ വിവരിച്ചപ്പോൾ റസൂലുള്ളാന്റെ മൗലിദിൽ കൂടിയതിന്റെ പേരിൽ ഒരാൾ മുസ്ലിമായതും അങ്ങനെ മുസ്ലിമാകാൻ വേണ്ടിയിട്ട് ഇടയാക്കിയതുമായ മൗലിദിന്റെ സംഭവവും പറഞ്ഞ് മങ്കൂസ് മൗലിദുകാരൻ തന്റെ മൗലിദ് അവസാനിപ്പിച്ചു. പിന്നെ കൊടുത്ത ബെയ്ത്ത് അഹ്യാ റബീ അൽ ഖൽബി എന്നത് അപ്പാടെ, ഞാൻ അതിൽ എന്ത് ഇസ്തിഗാസ ഉണ്ടെങ്കിലും ആ ബെയ്ത്ത് അപ്പാടെ വസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ ബെയ്ത്താണ്. ഇമാം വസ്സാലിയുടെ ബെയ്ത്ത്. ഇമാം വസ്സാലിയുടെ ബെയ്ത്തിലെ യാ സയ്യിദ സാദാത്തി എന്ന ഭാഗം ഇമാം അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിൽ നിന്നും അവസാനം ഉദ്ധരിച്ചിട്ടുള്ള ഇഖ്തിബാസ് ചെയ്തിട്ടുള്ള വാക്യമാണ്. അവിടുന്ന് ഇങ്ങോട്ടുള്ള ഒന്നും മങ്കൂസ് മൗലിദിൽ വേറല്ല, മുൻഗാമികൾ പറയാത്ത, ഉദ്ധരിക്കുന്നവർ പറയാത്ത. ഇതാണ് മങ്കൂസ് മൗലിദ്. ഈ മങ്കൂസ് മൗലിദിൽ മുൻകഴിഞ്ഞ ചരിത്രകാരന്മാരും മുൻകഴിഞ്ഞ മുഹദ്ദിഥീങ്ങളും മുൻകഴിഞ്ഞ പണ്ഡിതന്മാരും എല്ലാ മഹാന്മാരും പറഞ്ഞതിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ കടക്കൽ കത്തിവെക്കുന്നു എന്നാ പ്രബോധനം എഴുതിയത്. അലി ഇബ്നു സെയ്ദിന്റെ ഈ സംഭവം ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്താ പോലും ഇസ്ലാം മനസ്സിലാക്കിയത്. അലി ഇബ്നു സെയ്ദ് എന്ന് പറയുന്ന ആള് മൗലൂദ് കഴിച്ചിട്ട് അത് കണ്ട് കിനാ കണ്ട ഒരാൾ മുസ്ലിമായ കഥ കൊണ്ട് ഇസ്ലാമിന്റെ കടക്ക കത്തിവെക്കണു. എന്താ ഈ പറയുന്നത്? ഇസ്ലാമിന്റെ എന്ത് കടക്കല്? കടക്കൽ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്, അതായത് കടക്കൽ കത്തി വെക്കുന്നു. ഇസ്ലാമിന്റെ മൗലിക തത്വങ്ങൾക്ക് എന്ത് എതിരാണ് ഒരാൾ മൗലൂദ് കഴിച്ച കഥയിൽ? ആ മൗലൂദ് കഴിച്ചതിന്റെ പേരിൽ ഒരു അമുസ്ലിമി കിനാ കണ്ടിട്ട് നബിനെ കിനാ കണ്ട് മുസ്ലിമായി എന്നതിൽ എന്താ ഇസ്ലാമിന്റെ കടക്കൽ കത്തിയൊക്കെ ആ സംഭവം ഉള്ളത്? വല്ല വിധി അതിൽ പറഞ്ഞോ? ഇസ്ലാമിന്റെ മൗലിക വിശ്വാസത്തിന് എതിര് വല്ലതും പറഞ്ഞോ? ഇതാണ് ആരോപകന്മാരുടെ നില. സ്ഥിതി അറിയാതെ, കഥയറിയാതെ, മങ്കൂസ് മൗലിദിൽ പറഞ്ഞ ആളുകൾ ആരാണ് എന്ന് ചിന്തിക്കാതെ വെറുതെ കല്ല് വെച്ച നിർമ്മിച്ച വെറും നുണകൾ പറഞ്ഞ് മങ്കൂസ് മൗലിദിന്റെ കർത്താവിനെയും അത് ഏറ്റുചൊല്ലുന്നവരെയും പരമ്പരാഗതമായി ഇന്നുവരെ കേരളത്തിൽ കൊണ്ടു നടന്നവരെയും മുഴുവൻ ആക്ഷേപിക്കുന്നവർക്ക് പാരമ്പര്യത്തെ അധിക്ഷേപിക്കാം, പരമ്പരാഗതമായി കഴിഞ്ഞുപോയ പണ്ഡിതന്മാരെ അധിക്ഷേപിക്കാം. പക്ഷേ ഇസ്ലാമിനെ നിങ്ങൾക്ക് തന്ന, ഈമാനെ നിങ്ങൾക്ക് കൈമാറിയ ബഹുമാനപ്പെട്ട ഇമ്മത്തുകളെ അവമതിക്കുന്നതിലേക്ക് വിഷയമെത്തിയാൽ ഗൗരവതരമാണെന്ന് മാത്രം പ്രത്യേകം അവർ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മങ്കൂസ് മൗലിദ് പോലുള്ള മൗലിദുകളും മറ്റു മൗലിദുകളും മഹാന്മാരും ഇമ്മത്തുകളും പഠിപ്പിച്ചു എന്ന രീതിയിൽ തന്നെ ചൊല്ലാനും പഠിക്കാനും ഓതി വരാനുമുള്ള എല്ലാ സൗഭാഗ്യവും തൗഫീഖും അല്ലാഹു നൽകുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.